സെലക്ട് ചെയ്തിരിക്കുന്ന സ്വിച്ച് അതാ ഇതാണ്. ഈ ഗ്രാനുൾസ് ആണ് നമ്മൾ മാനുഫാക്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ആവില്ല. ഓ യെസ്, ഇങ്ങനെ എടുക്കുന്ന ഒരു മോഡ്യൂളാണ്. ഓക്കെ, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ഗ്ലാസ് പില്ലിനെ കുറിച്ച് ഇങ്ങനെ പരാമർശിച്ചായിരുന്നു. ഇതിൽ ഒരു ഇത് ഗ്രേ കളറല്ലേ? നമസ്കാരം, എൻ്റെ വീട് ആനന്ദം സീരീസിലെ അടുത്ത വീഡിയോയാണ്. നമ്മൾ വീഡിയോ വയ്ക്കുന്ന സമയത്ത് പല പല സാധനങ്ങൾ പല രീതിയിലാണ് അത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വിച്ചുകൾ. ഇത് സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഞാൻ എടുത്ത കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്ന് ഡിസൈനായിരുന്നു, 2 കളറായിരുന്നു, മറ്റൊന്ന് അതിൻ്റെ ഫിനിഷായിരുന്നു. എൻ്റെ വീട്ടിലെല്ലാം ചെയ്യുന്ന ഒരു മാറ്റ് ഫിനിഷിലാണ്. അതുകൊണ്ട് എനിക്ക് മാറ്റ് ഫിനിഷ് ഉള്ള ഒരു സ്വിച്ച് വേണ്ടിയിരുന്നു. അതുപോലെ ഗ്രേ എന്ന് പറയുന്ന ടോൺ അതിനകത്ത് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു ഗ്രേ കളർ വേണ്ടിയിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫിനിഷ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റൈലുണ്ട്. അത് അങ്ങനെയുള്ള 2-3 മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഞാൻ ആ സ്വിച്ച് സെലക്ട് ചെയ്തിരിക്കുന്ന സ്വിച്ച് ഫൈബ്രോസ് എന്ന ബ്രാൻഡിലുള്ള സ്വിച്ചാണ്. ഇന്ന് ഇന്ത്യയിൽ ഇത് സെലക്ട് ചെയ്യാനായിട്ടുള്ള റീസണും കൂടെ പറയാം. ഇന്ത്യയിൽ കഴിഞ്ഞ 50-55 വർഷമായിട്ട് സർവീസ് ചെയ്തു വരുന്ന ഇന്ത്യൻ മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഓൺ മാനുഫാക്ചറിങ് ചെയ്യുന്ന അല്ല എല്ലാ കമ്പോണൻറ്റുകളും ഓൺ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫൈബ്രോസ്. ഒരു പക്ഷേ കുറേ ഏറെപ്പേർക്ക് അറിയായിരിക്കും, ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് ഇതൊരു പുതുമയായിരിക്കും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വിച്ചാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത് എടുക്കാനായിട്ട് ഇപ്പോൾ ഇതെടുക്കുന്നത് എൻ്റെ തന്നെ സുഹൃത്തായിട്ടുള്ള എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അമലിൻ്റെ ഷോപ്പ് എറണാകുളത്താണ്. എറണാകുളത്തെ സ്നേഹ ട്രേഡേഴ്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. എവിടെയാണ് ഷോപ്പ് പറയുന്നത്? നമ്മുടെ കറക്റ്റായിട്ട് വരുമ്പോൾ ജൂ സ്ട്രീറ്റിൽ പയ്യപ്പിള്ളി റോഡ് എന്ന് പറയും. ജൂ സ്ട്രീറ്റിലാണല്ലേ? ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പറും കാര്യങ്ങളും ഇട്ടേക്കാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന യഥാർത്ഥത്തിൽ ഇവരുടെ ഷോറൂമിലല്ല, ഇവരുടെ സ്റ്റുഡിയോ ആണ്. ഈ സ്റ്റുഡിയോയ്ക്ക് ഒരു പേര് പറയുന്നല്ലോ, ഫൈബ്രോസ് സ്മാർട്ട് ഗാലറി എന്ന് പറയുന്ന. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ്? കറക്റ്റ് ഇത് പാലാരിവട്ടത്ത് മെട്രോ പില്ലർ 528. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ സെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ എല്ലാ പ്രൊഡക്റ്റും ഇവിടെ ഡിസ്പ്ലേ ഉണ്ടല്ലേ? ഡിസ്പ്ലേ ഉണ്ട് നമുക്ക്. ഓക്കെ, നമുക്ക് ആ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ കണ്ട് ഓരോന്നും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കും. നമുക്ക് അതിൻ്റെ പ്രൈസ്, പിന്നെ അത് കൂടാതെ ഞാൻ സെലക്ട് ചെയ്ത സ്വിച്ച് ആണെന്നും കൂടെ നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ അല്ലേ? അതായത് ചെറിയ കുറച്ച് പ്രൊഡക്റ്റുകൾ, ഒരുപാഡ് പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. ഒത്തിരി പ്രൊഡക്റ്റുകളും ഉണ്ട് അല്ലേ? എല്ലാ പ്രൊഡക്റ്റായിട്ടും നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റേറ്റ് ഹെഡ് ആയിട്ടുള്ള നെവിൽ ബ്രോ ആണ്. നമസ്കാരം. താങ്ക് യു. കുന്തൻ ക്യാബ് എന്നുള്ള പേരിലാണ് ഈ കമ്പനി അറിയപ്പെട്ടിരുന്നത്. എത്ര വർഷം മുന്നേ? 1968 ഇത് സ്ഥാപിതമായത്. ഏതാണ്ട് 50-55 കൊല്ലം അല്ലേ? 55 കൊല്ലമായി. ഈ 55 കൊല്ലമായി. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത മാർക്കറ്റായ തമിഴ്നാട്ടിലെല്ലാം വളരെ സജീവമായിട്ടുള്ളൊരു ബ്രാൻഡാണ്. വളരെയധികം മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. ഏകദേശം 30-33% മാർക്കറ്റ് ഷെയർ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് നമ്മൾ സജീവമായിട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചും കൂടി മികച്ച രീതിയിൽ നമ്മുടെ ചാനലും നെറ്റ്വർക്കും മെച്ചപ്പെടുത്തി കസ്റ്റമേഴ്സിലേക്ക് നേരിട്ട് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്വാളിറ്റി പോലെ തന്നെ ഇപ്പോൾ ഏതൊരു സാധനമാണെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് പ്രധാനമായിട്ട് അവർ ശ്രദ്ധിക്കുന്നത് ക്വാളിറ്റി പോലെ തന്നെ ഒന്ന് പ്രൈസിങ്ങും കൂടെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കാറ്റഗറി നമുക്ക് തിരിച്ച് തന്നെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണോ പറയുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ നമ്മൾ സ്വിച്ചിൽ നിന്ന് തുടങ്ങി, നമുക്ക് എല്ലാ പ്രൊഡക്റ്റ് റേഞ്ചും ഉണ്ടെങ്കിൽ നമ്മൾ സ്വിച്ചിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ സാധാരണക്കാരനായ ഒരാൾക്കും കുറച്ച് ഹൈ എൻഡ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ പോകണമെന്നുള്ള ആൾക്കാർക്ക് ഉതകുന്ന രീതിയിൽ നമ്മുടെ അടുത്ത് പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു 3-5 മോഡൽ ഈ അറ്റ് പ്രസന്റ് നമ്മുടെ 5 മോഡൽ സ്വിച്ചസ് ഉണ്ട്. 5 ടൈപ്പ് സ്വിച്ചസ് ഉണ്ട്. ഈ 5 2 കാറ്റഗറിയിലായിട്ട്, ഒന്നൊരു എക്കണോമി മോഡലും കുറച്ച് പ്രീമിയം മോഡലിലായിട്ട്. ഈ 5 മോഡലും അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേറ്റുകളും ഉണ്ട്. പല ഫിനിഷിലുള്ള പ്ലേറ്റുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് വരുന്ന കസ്റ്റമറിന് അവരുടെ തീമിനനുസരിച്ച്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളറോ അല്ലെങ്കിൽ ഓപ്ഷൻസ്, ഷേപ്സ് ഒക്കെ മാറുന്ന രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇതിപ്പോ ഒരു വുഡൻ, ഇതൊരു വുഡം, ഇതിന്റെ പേര് തന്നെ വുഡം എന്ന് പറയും. വുഡം എന്ന് പറയുന്ന സീരീസ് ആണ്. ഇത് കുറച്ച് എക്കണോമിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇതിനകത്ത് പ്ലേറ്റുകൾക്ക് മാത്രം കുറച്ച് ബേസ് പ്ലേറ്റ് തുടങ്ങി അതിന് കുറച്ച് ചെറിയ വില വ്യത്യാസം വരും. ഒരു സാധാരണ കുടുംബത്തിനോ അല്ലെങ്കിൽ സാധാരണ ഒരു കസ്റ്റമറിന് വളരെ സാറ്റിസ്ഫൈ ആക്കാൻ പറ്റുന്ന ഒരു റേഞ്ച് പ്രൊഡക്റ്റ് ആണ് ഇതിനകത്തുള്ളത്. ഇതിന് ഏകദേശം ഒരു സ്റ്റാർട്ടിങ് ഒരു 16-17 തുടങ്ങി സ്വിച്ചസ് സ്റ്റാർട്ട് ചെയ്യും. അതെ, ഇതിൽ ഞങ്ങൾ ഒരു റേറ്റ് ഒരു കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇവിടുന്ന് സെയിലില്ല,
ഇതൊരു ഡീലർ സെയിലാണ്, ഡീലർ പോയിന്റിൽ നിന്നാണ് വരുന്നത്. എന്നാലും ഒരു ഏകദേശ പ്രൈസാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ? യെസ്. കാരണം ഒരു സ്വിച്ചിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ചിന്റെ വില മാത്രം പറഞ്ഞതുകൊണ്ടും കാര്യമില്ല. കാരണം ഇതിന് ഇഷ്ടപ്പെടുന്ന സോക്കറ്റ്സ് അല്ലെങ്കിൽ വൺ വേ സ്വിച്ച്, ടു വേ, ഒരുപാട് കോമ്പണൻസ് കൂടി ചേരുമ്പോഴാണ് ഒരു പാക്കേജ് ആവുന്നത്. ഒരു ആവറേജ് പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ചിൽ ഒരു 17 രൂപ തുടങ്ങി ഒരു 35 രൂപ വരെയുള്ള ഡിഫറെന്റ് ഒരു 5-6 മോഡൽ സ്വിച്ചസ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ തന്നെ പെട്ടെന്ന് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു വുഡൻ സീരീസിൽ വരുന്ന സ്വിച്ചുകളാണ്. പിന്നെ അതിൽ തന്നെ ഇത് നമ്മുടെ ഭിത്തിയോട് ചേർന്നിരിക്കത്തില്ല, ഉള്ളിലോട്ടിരിക്കുന്ന പോലെയുള്ള മോഡലുകൾ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? ഇതൊരു ബേസ് മോഡൽ തന്നെയാണ്. ഇതിന്റെ കുറച്ചും കൂടി പ്രീമിയം ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാമെന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ആദ്യം ഫോണിൽ വിളിച്ചൊരു ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതിൻ്റെ കളറ് ഗ്രേ കളർ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത്. കാര്യം ഞാൻ ആദ്യം പറയുകയും ചെയ്യുന്ന ഒരു ഗ്രേ ടോൺ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ഇവിടെ കുറച്ചേറെ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? അതിനെ അപേക്ഷിച്ച് കുറച്ച് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അതെ. ഇതിൽ പെട്ട തന്നെ ഡിഫറെന്റ് കളർ നമ്മൾ വെച്ചിരിക്കുന്നത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇത് ഫുഡ് ലാമ്പായിട്ട് അതോ ബെഡ് ലാമ്പ്? അങ്ങനെ ഫുഡ് ലാമ്പ്. ഇത് ബെഡ്റൂമിൽ നമ്മൾ ഫുഡ് നൈറ്റ് ലാമ്പായിട്ടും ഉപയോഗിക്കുന്നത്, ഫുഡ് ലാമ്പായിട്ടും ഉപയോഗിക്കാം, യൂസ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി ഞാനിപ്പം നമുക്ക് അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോർമലി വേറൊരു ഡിസൈൻ കാണാം. ഈ ക്വാളിറ്റി എന്ന് പറയുന്ന സംഗതി, ഒരു സ്വിച്ചിലെ ക്വാളിറ്റി എന്താണ്? ഒരു സ്വിച്ചിനെ സംബന്ധിച്ച് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അതിന്റെ സേഫ്റ്റി മെഷേഴ്സ്, പിന്നെ അതിന് PVC-യുടെ ക്വാളിറ്റി. ഇതിനകത്തൊരു മെയിൻ കോമ്പണന്റ് എന്ന് പറയുന്നത് കൂടുതലും PVC ആണ് ഇതിനകത്തുള്ളത്, യൂസ് ചെയ്യുന്നത്. അതെ, യൂസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അതിന്റെ കോണ്ടാക്ട്സ്. ഈ കോണ്ടാക്ട്സ് ഇത് നമ്മൾ ഇന്ന് ഏറ്റവും മികച്ച രീതിയിലുള്ള PVC ഗ്രാനുൾസ് ആണ് നമ്മൾ മാനുഫാക്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ തന്നെ സോഴ്സ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തന്നെ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും, ബെസ്റ്റ് സാധനം കൊടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വയർ ചെയ്യുമ്പോൾ, അതായത് കോയിൽ ചെയ്യുമ്പോൾ അതിനകത്ത് മിക്കവാറും കോപ്പറിനേക്കാളും ആൾക്കാർ ശ്രദ്ധിക്കുന്ന, മാനുഫാക്ചർ ശ്രദ്ധിക്കുന്ന അതിനകത്ത് PVCക്ക് ഭയങ്കര റോളുണ്ട്. കാരണം ഒരു എന്തെങ്കിലും ബാഡ് ഇവന്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഷോർട്ടേജ് PVC ആണ് അതിനെ കവർ ചെയ്യുന്നത്, ഇൻസുലേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, സേഫ്റ്റി. ഇനി അടുത്തത് അവിടുന്ന് വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ അതിന് ഇത്രയും കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വിച്ച് കണ്ടു. ഇത് നിങ്ങളുടെ പുതിയ മോഡലാണ്? ഇത് നമ്മുടെ പുതിയ മോഡലാണ്. ഗ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് പേരാണ് ഈ സ്വിച്ചിന്റെ പേര്. ഇത് ഫൈബ്രോസിന്റെ 4X ആണ് ഈ സീരീസിന്റെ പേര്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വുഡം, ഇത് 4X. ഇതൊരു പുതിയ റേഞ്ച് സ്വിച്ചസ് ആണ്. ഇതിനകത്ത് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് പ്ലേറ്റ്സ്. ഇപ്പൊ ഇതൊരു സ്ക്വയറിഷ് ടൈപ്പ് പ്ലേറ്റ് ആണ്. ഇത് കുറച്ച് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിന് വേറൊരു മോഡൽ പ്ലേറ്റ് ആണ്. ഇതിനകത്ത് സീരീസ് 3 എന്നാണ് ഈ പ്ലേറ്റിന്റെ പേര്. ഇത് സീരീസ് 5 ആണ്. അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത അപ്കമിങ് മോഡൽസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലും നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് നൈറ്റ് ലാമ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലോ ചെയ്യുന്നതാണിത്. അതുപോലെ തന്നെ ഇത് ഫുഡ് ലാമ്പായിട്ടും ബെഡ്റൂം നൈറ്റ് ലാമ്പായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാനൊരു കാര്യം ചോദിച്ചാൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംശയം ദൂരീകരിക്കുന്നതാണ്, ഈ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. അതിൽ ഈ എംബ്ലം അതുപോലെ ഇതിൽ ഡയറക്റ്റ് വരുന്നതൊക്കെയാണോ അതിനകത്ത്? നമുക്ക് ഇതിനകത്ത് പൊതുവെ ഇൻഡസ്ട്രിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഓൺ ഡൈ ആയതുകൊണ്ടാണ് ഈ എംബോസിംഗ് വരുന്നത്. അതിൽ തന്നെ എംബോസിംഗ്. ശരി. അല്ല, ഒരു ഡൈ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല. സ്വിച്ചിനെ സംബന്ധിച്ച് ഒരു സ്വിച്ചിന് ഒത്തിരിയധികം ഡൈകൾ വേണം. അപ്പൊ നമ്മുടെ ഓരോ പ്രൊഡക്റ്റിലും ഈവൻ ഈ നൈറ്റ് ലാമ്പിനായാലും ഈ F എന്നുള്ളത് ഇത് ചെയ്താൽ അത് വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് മാത്രമായിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ള സംഗതി ഒഴിവാക്കി സാധിക്കും. ഇത് വ്യത്യസ്തമാണ് കേട്ടോ. ഇത് വെർട്ടിക്കലായിട്ട് കിച്ചൺസിന്റെ ഏരിയയില് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചെറിയൊരു പില്ലർ വെർട്ടിക്കലായിട്ട് ഒരു ഇത് കൊടുക്കാം. സ്പേസ് കൺസ്ട്രെയിൻ ഉള്ള സ്ഥലത്തും കുറച്ച് ഭംഗിയായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. ഇത് അതിന്റെ ഒരു വുഡ് ഫിനിഷ് ഉള്ള മോഡലാണ്. കുറച്ചും കൂടി പ്രീമിയം മാത്രമേ ഉള്ളൂ. അതിൽ കുറച്ച് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? ഇതിൽ കളർ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ടോ? കളർ കൂടുതലും നമ്മളോട് വൈറ്റ് ബേസ് ആണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. വൈറ്റ് ബേസ്. പിന്നെ ഇപ്പൊ കുറച്ചും കൂടി ആൾക്കാർ ഗ്രേ അല്ലെങ്കിൽ മാറ്റ് ഫിനിഷിലേക്ക് കാണിക്കുന്നുണ്ട്. കാരണം ആൾക്കാർ കുറച്ചും കൂടി ഡിസൈനിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ കസ്റ്റമേഴ്സ് നേരിട്ട് ഈ സ്വിച്ചിന്റെ പർച്ചേസിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് ആ മാറ്റം സാധ്യമായത്. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പല മോഡൽസ് നമ്മളിവിടെ ഇതിപ്പോൾ രണ്ടും കണ്ടത് 4X എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയിലാണല്ലോ. ഇതും അത് 4Xന്റെ ഒരു സീരീസ്, ഇത് വേറൊരു സീരീസ് ആണ്. ഇത് മറ്റൊരു സീരീസ് ആണ്. അതെ, അതിന്റെ ആ പ്ലേറ്റിൽ ഈ സ്വിച്ച് സെയിം ആണ്, പക്ഷെ ഈ പ്ലേറ്റ്സ് ഡിഫറെന്റ് ആണ്. അത് സ്ക്വയറിഷ് ആണ്, ഇത് കുറച്ചുകൂടി ഷാർപ്പ് ആണ്, അത് കുറച്ച് ഇതില്. അതുപോലെ ഇപ്പൊ ഇതിന്റെ ഇതൊരു ടൈപ്പ് റെഗുലേറ്റർ ആണ്. ഈ റെഗുലേറ്റർ ആണെങ്കിൽ വേറൊരു ഡിസൈൻ ആണ്. ഇതൊരു ഇച്ചിരി വലിപ്പമുള്ള
അതെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. ഒരു കസ്റ്റമറിന് തന്നെ വേണമെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇങ്ങനെ എടുക്കാം. ഇതൊരു ടെസ്റ്റ് വെച്ചാൽ ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വിച്ച് പുറത്തേക്ക് വരും. ഒരു ഈ ക്ലിപ്പ് അല്ലേ, ഈ ഒരു ആരോ കാണുന്നിടത്ത് ഒരു ടെസ്റ്റ് വെച്ച് ക്ലിക്ക് ചെയ്ത് ഇതും കൊണ്ട് പുറത്തേക്ക് വരും. രണ്ട് സ്ക്രൂ കഴിച്ച് നമുക്ക് വേണമെങ്കിൽ തന്നെ മെയിൻ്റെനൻസ് നടത്താൻ പറ്റുന്ന ഒരു ഈസിയാണ്. സെൽഫ് ലോക്കിംഗ്, പൊട്ടി പോകത്തൊന്നുമില്ല. ഇല്ല, ഇത് വേണമെങ്കിൽ ഇത് ബ്രേക്ക് ആവില്ല. ഈ PVC. ശരി, ഓക്കെ. ശരി, ഒരാൾക്ക് ഹാൻഡിൽ എനിക്ക് തിരിച്ചു വെക്കാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഇത്രേ ഉള്ളൂ. നമ്പർ ഓഫ് ലോക്സ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ബ്രാൻഡിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ഓക്കെ, 6 ലോക്സ് ഉണ്ടല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് വലിച്ചെടുക്കുമ്പോഴോ അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോഴോടും പൊട്ടിപ്പോകാൻ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അതിപ്പം നമ്മളിപ്പോൾ കണ്ട എല്ലാം അങ്ങനെ തന്നെ. നോക്കിക്കോളൂ. നമുക്കൊന്ന് വലിച്ചു കൂടി നോക്കാവേ. യെസ്, ഇങ്ങനെ എടുക്കാൻ സാധിക്കും അല്ലേ? പിന്നെ ഇതില് ഈ ആരോ മാർക്കിൽ നമ്മൾ ടെസ്റ്റ് ഇട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വിച്ച് പുറത്തേക്ക് വരും. അപ്പൊ അതിനകത്ത് വേണമെങ്കിൽ ഒരു സ്വിച്ച് എപ്പോഴെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇലക്ട്രീഷ്യന്റെ സഹായം ഇല്ലാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ നാട്ടില് നമ്മുടെ വീട്ടിലൊക്കെ പലപ്പോഴും ഈ ഇടയ്ക്ക് എന്തെങ്കിലും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഉറുമ്പ് കയറിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഡസ്റ്റ് വന്ന് സ്റ്റക്ക് ആവും. കറക്റ്റ്. ആ സമയത്ത് നമുക്കറിയാൻ സാധിക്കത്തില്ല. എനിക്കൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു സാധനം. ഇതില് നമ്മളിപ്പോ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പൊ മോട്ടറിന്റെ സ്വിച്ചുകളും നമ്മള് മോട്ടോഴ്സിനൊക്കെ ഇപ്പൊ ഇത് DP സ്വിച്ചുകളും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഇതിൽ തന്നെ വരുന്നുണ്ടല്ലേ? അപ്പൊ ഇത് ഒരു അപ്പൊ അതിന്റെ ഭംഗിക്ക് വലിയ എസ്തെറ്റിക്സിന് വലിയ കുഴപ്പമില്ലാതെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. യെസ്, താഴെ മറ്റൊരു സ്വിച്ച്, ഇവിടെ നമ്മുടെ ബെൽ പുഷ് ഉണ്ട്. താഴെ നമ്മൾ അപ്പുറേ കണ്ടതുപോലെ ഇതിൽ നമുക്ക് ഒന്നിൽ എത്ര എണ്ണം വരെ മാക്സിമം മിനിമം എന്നുള്ളതെന്ന് പറയാം. അത് 8 മോഡ്യൂൾ പ്ലേറ്റിന്റെ ഇതനുസരിച്ചിട്ടാണ്. 8 മോഡ്യൂൾ 12 മോഡ്യൂൾ വരെ നമുക്ക് പോകാൻ സാധിക്കും. അതായത് ഈ മോഡ്യൂൾ എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം, ഒരു മോഡ്യൂളാണ്. ഓക്കെ, അതായത് 1, 2, 3, 4, 5, 6 മോഡ്യൂള്. ഇതില് ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ 8 മോഡ്യൂളായി. 2 മോഡ്യൂളൂടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ, 8 വരെ നമുക്ക് സാധ്യമാണ് അല്ലേ? ഇതും അതുപോലെ നമ്മുടെ ഫാബിയോ എന്ന് പറഞ്ഞൊരു മോഡൽ കാറ്റഗറിയാണ്. ഓക്കെ, ഇതില് കുറച്ചും കൂടി നല്ല ഈ ഫിനിഷുള്ള കുറച്ചും കൂടി ഗ്ലാസ് പ്ലേറ്റ് ആണ്. ഇത് ഗ്ലാസ് പ്ലേറ്റ് ആണ് കേട്ടോ. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ഗ്ലാസ് പ്ലേറ്റിനെ കുറിച്ച് ഇങ്ങനെ പരാമർശിച്ചായിരുന്നു. ആ ഒരു മോഡലായിരിക്കും ഇതല്ലേ? ഇതിന്റെ കളേഴ്സ് എത്രയാണ് അവൈലബിൾ ആണ്? കളേഴ്സ് 6 കളറോളം അവൈലബിൾ ആണ്. അതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ലെതർ ഫിനിഷ് കേട്ടോ. ഇതില് ഇത് ഗ്രേ കളറല്ലേ? ഒരു ബീജ് ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ തന്നെ ബ്ലാക്ക് കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ 2 കളേഴ്സ് അവൈലബിൾ ആണ്. ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ച് ഇതേ ഉണ്ടാകത്തുള്ളൂ അല്ലേ? 2 സ്വിച്ചാണ് ഉള്ളത്. 8 കിട്ടുകയും ചെയ്യും. ഇനി ഞാൻ എടുത്ത സ്വിച്ച് ഏതാണെന്ന് ഞാൻ പറയാം. ഇതാണ്. ഞാൻ ആദ്യം തന്നെ ഇദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചിരുന്നു, എനിക്ക് ഗ്രേ കളറാണ് വേണ്ടിയത്, അതിൽ ഏത് ഫിനിഷാണ് എന്ന് പറഞ്ഞത്. ഇവിടെ എനിക്ക് അത് ക്യാമറ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഗ്രേ കളറ്, അതുപോലെ മാറ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ഡിസൈന് ഈ ഒരു ഡിസൈനായിരുന്നു. ആ ഡിസൈനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ചില ചേർച്ചകൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു കസ്റ്റമർ ആ ആൾക്ക് അയാളുടെ വീടിൻ്റെ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൻ്റെ കണ്ടിന്യൂസ്ലി കട്ടാവാത്ത രീതിയിൽ സ്വിച്ചുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞാനത് ആദ്യം തന്നെ ഈ ഒരു കളറ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും കയറി ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇതിൽ തന്നെ വേറെ ഒരുപാട് സ്വിച്ചുകൾ, ഇതിൻ്റെ തന്നെ ഒരുപാട് സ്വിച്ചുകൾ വേറെ കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ വീടിൻ്റെ ഒരു കളർ സിമിട്രിയും അതുപോലെ ഡിസൈൻ സിമിട്രിയും ആ ഒരു ബോക്സ് ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാനിത് എടുക്കാനായിട്ടുണ്ടായ ഒരു റീസൺ കേട്ടോ. ഇത് കൊടുത്തിട്ടുണ്ടല്ലേ, കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഇതൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ്? നമ്മുടെ പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇതിന്റെ എല്ലാം പഴയ ആ ഒരു ഓൾഡേഴ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങളായിട്ടിരിക്കുന്നത് ഇപ്പോഴും ഉപയോഗത്തിലുള്ള സാധനങ്ങൾ തന്നെയാണ്. യെസ്, എനിക്ക് തോന്നുന്നു, എനിക്കറിയുന്ന ഒരു കാര്യം, ഇത് നമ്മുടെ സ്വിച്ച് മാത്രമല്ല നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കമ്പനി 1968 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വയറിന്റെ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സോടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതായത് കോയിൽസ്. അതെ, നമ്മുടെ സാധാരണ ഹൗസ് വയറിംഗ് വയേഴ്സ് ആൻഡ് കേബിൾസ്. ഓക്കെ, അത് നോർമലി ഈ റേഞ്ചുകളൊക്കെ നമുക്ക് അതിൽ പെടുന്നതാണ് അല്ലേ? അതെ. ഇത് വയേഴ്സ് സാധാരണ നമ്മുടെ വീടിന്റെ വയറിംഗിൽ ഉപയോഗിക്കുന്ന വയറുകൾ, അത് കൂടാതെ കമ്മ്യൂണിക്കേഷൻ കേബിൾസ്, CCTV, ടിവിക്ക് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാൻ കേബിൾസ്, ഇങ്ങനെയുള്ള ഈ കേബിളുകൾ. പിന്നെ ഇത് നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പിന് ഉപയോഗിക്കുന്ന അണ്ടർ വാട്ടർ വെള്ളത്തിലിടുന്ന ടൈപ്പുള്ള സബ്മേഴ്സിബിൾ കേബിൾസ്. അങ്ങനെയുള്ള ഇത് കൊയാക്സൽ ആണ്. അത് അതായത് വയറില് നമ്മൾ ഞങ്ങളിപ്പോ റേഞ്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ആൾക്കാർക്ക് പരിചയമായിട്ട് പറയാൻ നക്ഷത്രടാൻ ഉപയോഗിക്കുന്ന ചെറിയ വയറാണ്, നമ്മുടെ കുഞ്ഞു വയർ. അത് തുടങ്ങി
ഇങ്ങേ അറ്റത്തുള്ള ഏത് വയർ റേഞ്ചും UG കേബിൾ വരെയുള്ള റേഞ്ച് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. എല്ലാ സംഗതികളും അവൈലബിൾ ആണ്. ഓക്കെ, അത് കൂടാതെ ലൈറ്റ്സ്, അത് കൂടാതെ നമുക്ക് ഇപ്പോൾ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റിംഗ് LED ലൈറ്റ്സ്. LED ഇന്നൊരു ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷനും അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കുള്ള എല്ലാ റേഞ്ചസും നമ്മളിൽ അവൈലബിൾ ആണ്. ഓക്കെ, അത് ഇതിപ്പോ നമ്മൾ കാണിച്ചത് ഇൻഡോർ ഔട്ട്ഡോർ കാറ്റഗറി, അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ്സ്, അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ സാധാരണ ഇതെല്ലാം ഡൗൺ ലൈറ്റ്സ് ആണ്. നമ്മുടെ സീലിംഗിൽ ഉപയോഗിക്കുന്ന ലൈറ്റുകളെല്ലാം തന്നെ. ഈ ഡിസ്പ്ലേ കൂടാതെ തന്നെ ദിനം പ്രതി ഇതിന്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് പുതിയ കുറെ മോഡൽ കൂടി റേഞ്ചിൽ വന്നിട്ടുണ്ട്. ഇത് COB, ഇതും COB, ഇത് അതിന്റെ സ്പോട്ട് ലൈറ്റുകളാണ്. ഇനി അതുപോലെ സർഫേസ് ടൈപ്പ് പുറത്ത് വയ്ക്കാവുന്ന, സീലിംഗ് ഇല്ലെങ്കിലും വെക്കാവുന്ന ടൈപ്പ് ഉണ്ട്. ഇത് ലാംപ്സ് നമ്മുടെ ഇപ്പൊ ഈ ഇത്തരം ലാംപ്സ് ഈവൻ ഫ്രൂട്ട് വെണ്ടേഴ്സോ അല്ലെങ്കിൽ സ്ട്രീറ്റ് വെണ്ടേഴ്സോ തുടങ്ങി ഇങ്ങനെയുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഇത്തരം ലാംപ്സ് ആണ്. സാധാരണ ഒരു കസ്റ്റമറിന് വേണ്ട എല്ലാത്തരം റേഞ്ച് പ്രൊഡക്റ്റും ഒരു ഇത് പാനലുകൾ, ഈ സർഫേസ് സാധാരണ ജനറൽ ലൈറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് ടാസ്ക് ഓറിയന്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ബൾബ് ഉപയോഗിച്ച് മാത്രം തൃപ്തിപ്പെടുക എന്നുള്ളതിൽ നിന്ന് മാറി. അപ്പോൾ സർഫേസും ഉണ്ട്, നമുക്ക് റെസസ് ടൈപ്പ് കട്ട് ചെയ്ത് വെക്കുന്ന ടൈപ്പ് പ്രോഡക്റ്റ്, അതായത് മൗണ്ടഡ് ആയിട്ടുള്ള സർഫേസ് ലൈറ്റുകൾ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ പ്രത്യേകത ട്രിംലെസ് ആണ്. ഇത് ലൈറ്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ എഡ്ജ് കാണാൻ പറ്റില്ല. നോർമൽ MCB, LCB, RCCB, DBs അത് തുടങ്ങി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്നും ഈ മെയിൻ സ്വിച്ച് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടോ? പണ്ട് നിങ്ങൾ പിന്നല്ല പഴയ ഫ്യൂസുകൾ. അതായത് എല്ലാ പ്രോഡക്റ്റുകളും ഏതൊരു സംഗതിയും ഏതൊരു ബ്രാൻഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഇച്ചിരി മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും നന്നായിട്ട് സർവീസ് ചെയ്യുന്ന, അപ്ഡേറ്റ് ചെയ്യുന്ന, പ്രധാനമായിട്ടും നമ്മുടെ വീടിൻ്റെ ഡിസൈൻ ആവശ്യമായിട്ടുള്ള ഡിസൈൻ എന്താണോ അത് ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ, അല്ലേ? തീർച്ചയായും. അപ്പോൾ അതിനെന്നെ സഹായിച്ചതിന് ഇപ്പോൾ ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ സ്വിച്ചിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും പലർക്കും അതിനെക്കുറിച്ച് പല കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കാറില്ല. അതിൻ്റെ റീസൺ അവർ പഠിക്കുന്ന അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒരു നിസ്സാര സംഗതിയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 17 രൂപ തൊട്ട് 35 രൂപ വരെ, 35 35,000 അല്ല 17 തൊട്ട് 35 രൂപ വരെ വരുന്ന ഒരു സാധനത്തിന് നമുക്ക് എത്രമാത്രം അതിനെ സെലക്ട് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അതിനൊരു വലിയ ഒരു സംഗതി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാനതിന് സമയമെടുത്തത്. എനിക്ക് അത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ അമലെ, നമ്മുടെ ഒരു കമ്പനി, ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ കേരള ബ്രാഞ്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈസ് പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും അദ്ദേഹം ഒരു 17 തൊട്ട് 35 വരെ എന്നുള്ള പ്രൈസ് നമുക്ക് പറഞ്ഞു തന്നു. ഈ സ്വിച്ചിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് കിട്ടേണ്ട സംഗതിയാണ്. ഈ മറ്റൊന്ന് ഇതിൻ്റെ സർവീസാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഓൾ കേരള സർവീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആര് വിളിച്ചാലും നമുക്ക് ഇതിൻ്റെ കൂടെ നമ്പർ കൊടുക്കുക, വാട്സപ്പ് നമ്പർ. നമ്മൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊട്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കുള്ള ഇത് ഇട്ട് കൊടുക്കാൻ പറ്റും. ഓരോരുത്തരുടെയും റിക്വയർമെന്റ് വ്യത്യാസമായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു റേറ്റ് പറയുമ്പോൾ നമുക്കൊരു ആവറേജ് റേറ്റ് ആണ് പറയാൻ പറ്റുക. അതെ. എവിടെയൊക്കെ കേരളത്തിൽ എല്ലാവരും നമ്മൾ എത്തിച്ചു കൊടുക്കുമോ? നമ്മൾ ആര് വിളിക്കുകയാണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത്, തിരുവനന്തപുരത്ത് ഒക്കെ നമ്മൾ എത്തിച്ചു. നമ്മൾ പാർസലായിട്ട് കൊടുക്കുന്നു. ശരി, ഇത് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഒരു ബോക്സ് ഒക്കെ ഉണ്ടാവും. എപ്പോഴും ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും നമ്മൾ ഒരു ബ്രാൻഡ് ഒരാൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് പ്രധാനമായിട്ടും ക്വാളിറ്റി, അതുപോലെ തന്നെ അവരുടെ റിക്വയർമെൻറ്റ്, ദെൻ ഡിസൈൻ, ഫിനിഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിനായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇദ്ദേഹമായിട്ട് എനിക്ക് കുറച്ച് കാലമായിട്ട് അറിയാം. അപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം തന്നെ താങ്ക് യു സോ മച്ച്. അപ്പോൾ കൂടുതൽ ഒന്നും പറയാനായിട്ടില്ല. ബാക്കി ഞാൻ നമ്മുടെ സ്നേഹ ട്രേഡേഴ്സ്, നമ്മുടെ അമലിൻ്റെ ഫേമിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. നമ്മുടെ എൻ്റെ വീട് ആനന്ദം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇങ്ങനെ ഓരോ വീഡിയോസും വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ടോപ്പ് ഇന്റീരിയർ.